എസ്കേപ്പ് ആവാൻ നിലച്ചാ സുട്ടുപോടും. ജോമോനെ, ഇത് ഞാനാണ് മുസ്താഖ്, നിന്റെ പഴയ ഫ്രണ്ട്. എല്ലാം കഴിഞ്ഞ് കക്കാനും പിടിച്ചു പറിക്കാൻ തുടങ്ങി. ഒരു സർപ്രൈസ് എൻട്രിയിൽ നിന്നെ ഒന്ന് ഞെട്ടിക്കാൻ നോക്കിയതല്ലേ? ഇങ്ങനെയാണ് ഞെട്ടിപ്പിക്കുന്നത്. നീ ദുബായിലാണെന്ന് ആരോ പറഞ്ഞു? എന്തിന് ദുബായ്? ഇന്ത്യ ഈസ് ഇൻക്രെഡിബിൾ മാൻ. നീ വില കഴിച്ചാ? ഇല്ല. എങ്കിൽ വാ, ആദ്യം ഭക്ഷണം പിന്നെ സംസാരം. വാ, നീ കയറ്, എനിക്കിവിടെ കാറുണ്ട്. ഇതാണ് എൻ്റെ കാറ്? അതെ. അയ്യേ, നീ എൻ്റെ കാറിലോട്ട് കയറി. BMW? ആ, ഇതൊക്കെ എങ്ങനെ സാധിച്ചു? ഇറ്റ്സ് എ ബിഗ് സ്റ്റോറി മാൻ. കയറി. അല്ല, നീ വിട്ടോ, ഞാൻ പുറകെ വരാം. അതൊക്കെ വിട്. പെട്ടെന്നൊരു ദിവസം കാശാനായിട്ട് പൊന്തി വരാൻ നിന്റെ മുന്നിൽ ഭൂതം ഒന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എനിക്കറിയാം. നീ കാര്യം പറയടാ മോനെ മുസ്താഖേ. എന്നാ ഞാൻ സത്യം പറയാം. കരഞ്ഞ് കാല് പിടിച്ചപ്പോൾ ഉമ്മ കുറച്ച് സ്വർണം തന്നു. ദുബായിലുള്ള ഇക്കാക്കമാരോട് അന്തസ്സായിട്ടായിരുന്നപ്പോൾ അവരും കുറച്ച് കാശ് തന്നു. അതുകൊണ്ട് ഞാൻ തിരുപ്പൂരിലേക്ക് വണ്ടി കയറി. അതായിരുന്നു മോനെ എൻ്റെ തുടക്കം. നൗ ഐ എം എ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടർ. ബുദ്ധിയുള്ളതിന് കാശുണ്ടാക്കണമെങ്കിൽ കടലൊന്നും കടന്നു പോകണ്ട. നീ വേണേ എൻ്റെ കൂടെ കൂടിക്കോ. വിൽ ഗ്രോ ടുഗദർ മാൻ. നിന്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങടാ. നല്ല അപ്പനാ അപ്പൻ. അപ്പൻ്റെ മുന്നിൽ ഞാൻ ഇപ്പോഴും ഒരു ടിൻഡു മോനടാ. ഞാൻ പറഞ്ഞെന്ന് മാത്രം. എന്നെങ്കിലും കുറച്ച് കാശ് കൈവന്നാൽ നീ നേരെ തിരുപ്പൂരിലേക്ക് പോരും. Excuse me, sir. This is your card and bill. Here's your copy, sir. ഹാപ്പി അല്ലേ? Thank you, sir. പാവങ്ങളുടെ മുഖത്ത് നമ്മൾ കാരണം സന്തോഷം ഉണ്ടാകുന്നത് കാണുന്നത് തന്നെ വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ? അതെ അതെ. സോറി, ഞാൻ എൻ്റെ വിജയകഥ പറഞ്ഞ് നിന്നെ വിഷമിപ്പിച്ചോ? എനിക്കെന്ത് വിഷമം? ഐ എം ഹാപ്പി ഫോർ യു മാൻ. ഫുഡൊക്കെ തകർത്തു. ഇഷ്ടപ്പെട്ട നിന്നെ ഇവിടെ കാണുന്ന ഞാൻ ഒട്ടും വിചാരിച്ചില്ല. സമയം ഇത്രയും വൈകിയോ? എന്തേ? എടാ, നാളെ എൻ്റെ പെങ്ങളുടെ കല്യാണോ? അപ്പൻ ഇന്നെ കൊല്ലും. പെങ്ങളുടെ കല്യാണമായിട്ടാണ് ഇങ്ങനെ കള്ളം കുടിച്ച് റെസ്പോൺസിബിൾ ആയിട്ട് നടക്കുന്നത്. കഷ്ടം. ഗ്രോ അപ്പ് മാൻ. അയ്യോ, എങ്കിൽ ഞാനും വരുന്നത് നിന്റെ പെങ്ങളുടെ കല്യാണത്തിന്. ബാ. എടാ, ഈ കാശെന്ന് പറഞ്ഞാൽ പാലമരത്തിന്റെ ചോട്ടിൽ മുറുക്കി ചോപ്പിച്ചിരിക്കുന്ന യക്ഷീനെ പോലെയാ. ഇബിലീസ് ആണെന്ന് അറിഞ്ഞാലും അതിന്റെ പുറകെ തന്നെ പോവും. വേണ്ടാന്ന് ഒരിക്കലും തോന്നില്ല. പക്ഷെ സമ്പത്തിന്റെയും കാശിന്റെയും കാര്യത്തിൽ ഞാനൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതെന്താ? ഫോറിൻ കൺട്രീസിൽ എവിടെയെങ്കിലും ചെറിയൊരു ഐലൻഡ് സ്വന്തമായി വാങ്ങണം. പിന്നെ ചെറിയൊരു പ്രൈവറ്റ് ജെറ്റ്, ഏതെങ്കിലും ഒരു 6 ബാങ്കിൽ ചെറിയൊരു അക്കൗണ്ട്. പക്ഷെ $1 ബില്യൺ നെറ്റ് പ്രോഫിറ്റ് മതി. അത്രയും മതി. അതിൽ കൂടിയ അഹങ്കാരമാണ്. ഇതിനാടാ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. നീ പൊളിക്കും. ഐ നോ മാൻ. ഐ എം ഓൺ ദ വേ ടു മൈ ഡ്രീം ഡൂഡ്. പോലീസ് കള്ളുപിടിച്ചത് കുഴപ്പമാവും. ഡോണ്ട് വറി മാൻ. തമിഴ്നാടല്ലേ, ഐ വിൽ ഹാൻഡിൽ ദം. പാക്കലാം. என்ன சார், தண்ணி போட்டிருக்கீங்களா? கொஞ்சம் ஊதுங்க. என்ன ஆக்ஷன் இங்கே சத்தாங்கயா? ஓதுங்க சார், ஏமாத்தாம. இறங்கில. ഈ ജോമോനളിയൻ ആളെപ്പോഴും ഇങ്ങനെ തന്നെയാണോ? പെട്ടെന്ന് ഫ്രണ്ടിനെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നപ്പോൾ ഹെൽഡപ്പായി പോയിന്നാ വിളിച്ചു പറഞ്ഞ്. എന്നാലും സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് പോലും വരാതിരിക്കാന്നൊക്കെ പറഞ്ഞ സോറി. നീ ഇത് പിടിച്ചേ. അളിയാ, may heaven's choicest blessings shower on happy couple ta. എന്താ? wish you happy married life. താങ്ക് യു. എന്നാലും കെട്ടുകഴിഞ്ഞ് ഫാമിലി ഫോട്ടോ എടുക്കുമ്പോൾ നീ മാത്രമില്ല. എൻ്റെ ടെസ്സ കുഞ്ഞ് അതിനല്ലേ ഫോട്ടോഷോപ്പ് ഉള്ളത്. ഏതായാലും ഭാവിയിൽ നിന്റെ കുട്ടികൾ നോക്കുമ്പോൾ കല്യാണ ആൽബത്തിൽ അവർ അങ്കിൾ മിസ്സാവണ്ട. ശരിക്കടി. അപ്പോൾ ഗുഡ് നൈറ്റ്.
സ്റ്റിൽ ഐ ലവ് യു. റാസ്കൽ. അല്ല ജോമോനെ, ഇന്നലെ എന്താ പറ്റിയത്? എന്ത്? സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് കണ്ടില്ലോ. ഒരാങ്ങളാന്ന് പറയുമ്പോ ഒരു ഉത്തരവാദിത്തമൊക്കെ വേണ്ട എന്റെ ജോമോനെ. പത്രം ലേറ്റായ ചേട്ടനോട് ആളുകൾ ഇതന്നെ പറയും. അതുകൊണ്ട് ഉത്തരവാദിത്തത്തോടുകൂടെ ബാക്കിയുള്ള പത്രം സപ്ലൈ ഉപദേശം. അയാൾ പറഞ്ഞതിൽ ഇപ്പൊ എന്താ കുഴപ്പം? നീ ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇതേ റെസ്പോൺസിബിലിറ്റി പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ചേട്ടനുണ്ടായിരുന്നെങ്കിൽ അപ്പം കർണാടകത്തിൽ പോയി 10-70 ലക്ഷം കൊടുത്ത് MBBS പേയ്മെന്റ് സീറ്റ് വാങ്ങി തരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്നിട്ടിപ്പോ അമ്മായപ്പന്റെ കഴുത്തിറക്കുന്ന ആശുപത്രിയിലിരുന്ന് റിയൽ എസ്റ്റേറ്റിലെ പണി. ഒന്ന് വിട്ടുപിടിയാട്ടാ. മുംബൈ കളിച്ചു. നീ ജീവിച്ചിരിപ്പുണ്ടാ? അതെ ജോമോനെ, റെസ്പോൺസിബിലിറ്റിയുടെ കാര്യമല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? ഇന്ന് ഞാൻ കണി കണ്ടതേ റെസ്പോൺസിബിലിറ്റിനെ. ഓ, അപ്പൊ ശരിയല്ലേ? എല്ലാം പറഞ്ഞു. ജോഷേട്ടാ, അളിയ അളിയെന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ജസ്ലി പറഞ്ഞു. ഞാൻ ആ വണ്ടി തീർക്കുന്നുണ്ട്. എന്റെ വണ്ടി സർവീസിനോട്. അതിനെന്താ അളിയാ? അതെ, തിരിച്ചു വരുമ്പോ പെട്രോൾ ടാങ്ക് ഒന്ന് ഫുൾ ആക്കിയേക്കണേ. ഓ, ബെസ്റ്റ് ഫാമിലി. ആ ജോഷേട്ടാ, ഇന്ന് കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കേണ്ട ദിവസാ. എപ്പോ എത്തും? നീ ജോമോനായിട്ട് പൊക്കോ. അവനോട് വെറുതെ നിൽക്കല്ലേ? ഞാനോട് വെറുതെ നിൽക്കല്ല, എനിക്ക് വേറെ പരിപാടികളൊക്കെ ഉണ്ട്. നിനക്കെന്ത് പരിപാടി? അല്ല, ഈ എക്സാമിന്റെ പ്രിപ്പറേഷൻസ്. അത്രയല്ലേ ഉള്ളൂ. ജോഷേട്ട് പോയിക്കോ. ഹോസ്പിറ്റലിലേക്ക് ഞാൻ ഇവനെ കൊണ്ട് പോയിക്കോളാം. ശരി. അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് ഇവനെ കാണൂ. ഞാൻ വേഗം റെഡി ആയിട്ട് വരാം. അപ്പോഴേക്കും മോനെ പണിയൊക്കെ തീർക്കട്ടോ. അല്ല, ഇന്നലെ ബഹൻ കാ शादी में क्यों नहीं आया? इधर ശരിയില്ല. നേപ്പാളിൽ നിന്നോട് പണിക്ക് വന്നത് ചെയ്തിട്ട് പോണം. എന്നെ ഉപദേശിക്കുമെന്ന് നിന്റെ തലയാൻ തല്ലി പൊളിക്കും. സംജാ, പോയി പണി നോക്കണം. ബേശരം क्या बेवकूफ, उल्लू का पट्टा. की करे की नवरी यार की बुद्धि यार काम है कौन? ഈ വീട്ടിൽ നിനക്ക് മാത്രമേ എന്നോട് എന്തെങ്കിലും സ്നേഹമുള്ളൂ. റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം പറഞ്ഞാൽ നീ എന്നെ ഉപദേശിച്ചില്ലല്ലോ. തൃപ്തിയായടാ, സന്തോഷായി. താങ്ക് യു. ഓക്കെ. ജസ്ലിയുടെ റൗണ്ട്സ് കഴിഞ്ഞാണ്. ഇനി അവളെ കണ്ടാ മതി. ബാ. റോസ്ലിൻ ഇവളിതപ്പോ കുവൈറ്റിന്നെത്തി. ഒന്ന് പിടിച്ചേ, ഞാൻ റോസ്ലിനെ കണ്ട് ഇപ്പൊ വരാം. ഏത് റോസ്ലിൻ? എന്റെ പഴയ ഫ്രണ്ടാ. നീ ഒരു കാര്യം ചെയ്യ്, പിള്ളേരെ കൊണ്ട് ജസ്റ്റ് എടുക്കച്ചില്ലേ, ബാക്കി അവള് നോക്കിക്കോളൂ. ഞാൻ ഒറ്റയ്ക്കോ? ചെല്ലടാ, നീ ചെന്നാ മതി. വാ, കൈ തന്നെ. ജോമോനെ, ജോമോന്റെ കല്യാണം കഴിഞ്ഞോ? ഉവ്, ഇന്നലെ കഴിഞ്ഞു. നേരം എടുത്തപ്പോ 2 കുട്ടികളുമായി. എന്തേ, വല്ല കുഴപ്പമുണ്ടാ? രോമന്റെ കല്യാണം കഴിഞ്ഞു. എന്തൊക്കെ ആഗ്രഹങ്ങളാ.